വിശപ്പിന്റെ വിളി കഥ. രചന വിഷ്ണു സുനിൽ. വായിക്കുന്നത് ഉമ KP. നഗരം സ്മാർട്ടായിക്കൊണ്ടിരിക്കുകയാണ്. മെട്രോ ട്രെയിനുകൾ മുകളിലൂടെ പായുമ്പോൾ താഴെ പ്രശസ്ത ബേക്കറികളിലെ ചില്ലുകൂട്ടിലിരുന്ന് ബർഗറും ഷവർമയും മറ്റു ഫാസ്റ്റ് ഫുഡുകളും പരസ്പരം നോക്കി ചിരിക്കുന്നു. അവയുടെ പരസ്യങ്ങൾ ഒരു ടെലിവിഷനിൽ എന്ന പോലെ ഇടയ്ക്കിടെ മിന്നിമറയുന്നുണ്ടായിരുന്നു. പക്ഷെ ആ ചില്ലുമാളുകൾക്ക് പുറത്ത് സെക്യൂരിറ്റിക്കാരന്റെ കണ്ണുവെട്ടിച്ചു നിൽക്കുന്ന രാഘവന്റെ വയറ്റിലെ വിശപ്പ് ആർക്കും തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. രാഘവൻ ഒരു പഴയ മില്ലുതൊഴിലാളിയാണ്. ഫാക്ടറി പൂട്ടിയതോടെ നഗരത്തിന്റെ തിരക്കിൽ അയാൾ അസ്വസ്ഥനായി. റോഡരികിലെ ഒരു ബെഞ്ചിനരികിലിരുന്ന് അയാൾ നോക്കിയത് തൊട്ടടുത്തുള്ള ഒരു പുതിയ ബേക്കറിയിലേക്കാണ്. അവിടെ ഡൊമിനിക് എന്ന ഫുഡ് വ്ലോഗർ തന്റെ ക്യാമറയ്ക്ക് മുന്നിൽ ആവേശത്തോടെ സംസാരിക്കുകയായിരുന്നു. ഗൈസ്, ഇതാണ് ഈ സിറ്റിയിലെ ഏറ്റവും പുതിയ ബേക്കറി. ഇന്ന് ഞാൻ ഒരു പുതിയ ബർഗർ ചാലഞ്ചുമായാണ് നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത്. എന്റെ കയ്യിലുള്ള ഈ ബർഗർ 3 മിനിറ്റ് കൊണ്ട് കഴിച്ചു തീർക്കാവുന്നവർക്ക് 2000 രൂപ സമ്മാനം ലഭിക്കും. ഡൊമിനിക് ആർത്തിയോടെ ആ ബർഗർ കടിച്ചു മുറിച്ചു. എന്നാൽ പകുതിയിലധികം കഴിക്കുന്നതിന് മുമ്പേ അയാൾ അത് ടേബിളിലേക്ക് തള്ളി നീക്കി വെച്ചു. ലൈക്കുകൾക്കും ഷെയറുകൾക്കും വേണ്ടി അയാൾ ആഹാരത്തെ വെറും ഒരു കളിപ്പാട്ടമാക്കി മാറ്റിയിരിക്കുന്നു. അപ്പോഴാണ് ആ ബേക്കറിക്ക് മുന്നിലേക്ക് ഒരു ഇലക്ട്രിക് സ്കൂട്ടറിൽ മീര എന്ന ഡെലിവറി ഗേൾ എത്തിയത്. തിരക്കിനിടയിൽ അവൾ തന്റെ ഹാൻഡ് ബാഗ് സ്കൂട്ടറിന്റെ ഹാൻഡിലിൽ തൂക്കി അകത്തേക്ക് കയറി. ഒരു നിമിഷം ബേക്കറിയുടെ കുറച്ചപ്പുറത്ത് മാറി നിന്ന് ഇതെല്ലാം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന കണ്ണൻ എന്ന കൊച്ചു ബാലൻ ഞൊടിയിടയിൽ ആ ബാഗ് കൈക്കലാക്കി. അവൻ ഒരു ഇടവഴിയിലേക്ക് ഓടി മറഞ്ഞു. അയ്യോ, എന്റെ ബാഗ്! മീര നിലവിളിച്ചു. അവിടെ കൂടി നിന്ന എല്ലാവരും കണ്ണന്റെ പുറകെ ഓടി. അവരുടെ കൂട്ടത്തിൽ തന്റെ പ്രായം മറന്ന് രാഘവനും അവനെ പിടിക്കാൻ ഓടി. CCTV ക്യാമറകൾക്ക് പിടികൊടുക്കാതെ ആ കൊച്ചു പയ്യൻ ഒരു ഗോഡൌണിന്റെ പിറകിൽ ഒളിച്ചു. രാഘവനും ഒപ്പം നാട്ടുകാരും അവിടെ എത്തിയപ്പോൾ കണ്ടത് ബാഗ് തുറക്കാൻ ശ്രമിക്കുന്ന കണ്ണനെയാണ്. ഇവനെ വേഗം പോലീസിൽ ഏൽപ്പിക്കേ, നാട്ടുകാരിൽ ഒരാളെ പറഞ്ഞു. അപ്പോൾ രാഘവൻ പറഞ്ഞു, അതൊന്നും വേണ്ട, ഇവൻ കൊച്ചു പയ്യനല്ലേ. രാഘവൻ കണ്ണനോട് ശാന്തനായി പറഞ്ഞു, മോനെ, അതൊരു പാവപ്പെട്ട പെൺകുട്ടിയുടെ ബാഗാണ്, അത് തിരികെ കൊടുക്ക്. നീ ചെയ്തത് വലിയ തെറ്റാണ്. അത് പറയുമ്പോൾ രാഘവൻ കിതയ്ക്കുന്നുണ്ടായിരുന്നു. കണ്ണൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എനിക്ക് വിശക്കുന്നു മുത്തച്ഛ. ആഹാരം കഴിച്ചിട്ട് 2 ദിവസമായി. ഈ ബാഗിൽ പണമുണ്ടെങ്കിൽ എനിക്ക് വയറ് നിറയെ ആഹാരം കഴിക്കാമല്ലോ. അപ്പോഴേക്കും വ്ലോഗർ ഡൊമിനിക്കും മീരയും അവിടെ എത്തി. ഡൊമിനിക് തന്റെ ക്യാമറ കണ്ണന് നേരെ തിരിച്ചു പറഞ്ഞു തുടങ്ങി, നോക്കൂ ഫ്രണ്ട്സ്, വിശപ്പിന്റെ പേരിൽ മോഷ്ടിക്കുന്ന ഒരു കുട്ടി. ലൈവ് വീഡിയോ കാണൂ. ഡൊമിനിക് ആവേശത്തിലായിരുന്നു. രാഘവൻ പെട്ടെന്ന് ഡൊമിനിക്കിന്റെ ക്യാമറ തട്ടിമാറ്റി ദേഷ്യത്തോടെ പറഞ്ഞു, ഇതൊരു ഷോ അല്ല മോനെ, ജീവിതമാണ്. മീര വിറയ്ക്കുന്ന കൈകളോടെ കണ്ണന്റെ കയ്യിൽ നിന്ന് ബാഗ് തിരികെ വാങ്ങി. എല്ലാവരും കരുതിയത് അതിൽ സ്വർണമോ പണമോ വില കൂടിയ മറ്റെന്തെങ്കിലുമോ ആയിരിക്കുമെന്നാണ്. എന്നാൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് മീര ആ ബാഗ് തുറന്നപ്പോൾ അതിലുണ്ടായിരുന്നത് ഹോട്ടലുകളിൽ നിന്നും ബാക്കി വരുന്ന ചിക്കൻ ബിരിയാണി വൃത്തിയായി പൊതിഞ്ഞു വെച്ച 5-6 പാക്കറ്റുകളായിരുന്നു. അത് കണ്ട് എല്ലാവരും സ്തംഭിച്ചുപോയി. മീര പറഞ്ഞു, ഞാൻ ഡെലിവറിക്ക് പോകുമ്പോൾ പലയിടത്തും ആളുകൾ ബാക്കി വെക്കുന്ന ആഹാരം കളയാൻ സമ്മതിക്കാതെ ചോദിച്ചു വാങ്ങാറുണ്ട്. ജോലി കഴിഞ്ഞ് മടങ്ങുമ്പോൾ വഴിയിൽ കാണുന്ന വിശന്ന് വലഞ്ഞ ആളുകൾക്ക് ഇത് നൽകും. ഇതിൽ പണമില്ല, വിശപ്പടക്കാനുള്ള വകയേ ഉള്ളൂ. ഡൊമിനിക് തന്റെ ക്യാമറയിലേക്ക് ദയനീയമായി നോക്കി. ചാലഞ്ചിന്റെ പേരിൽ താൻ പാഴാക്കി കളഞ്ഞ ആഹാരത്തെക്കുറിച്ചോർത്ത് അയാൾക്ക് കുറ്റബോധം തോന്നി. നഗരം എത്ര ആധുനികവൽക്കരിക്കപ്പെട്ടാലും ഒരു നേരത്തെ ആഹാരത്തിനായി കൈനീട്ടുന്നവർക്ക് അത് ഹൃദയം കൊണ്ട് നൽകുന്നവരുമുണ്ടെന്ന സത്യം രാഘവൻ മനസ്സിലാക്കി. മീര ആ പാക്കറ്റുകളിൽ ഒന്ന് കണ്ണനും മറ്റൊന്ന് രാഘവനും നൽകി. ബാക്കിയുള്ളത് അവിടെ കൂടി നിന്ന മറ്റു പാവപ്പെട്ടവർക്കും വിതരണം ചെയ്തു. ആധുനിക ലോകത്തിൽ മീരയുടെ കരുണ അവിടെ എങ്ങും നിറഞ്ഞു. ഡൊമിനിക് തന്റെ ആ പഴയ വ്ലോഗ് ഡിലീറ്റ് ചെയ്തു. പകരം ഭക്ഷണം പാഴാക്കരുത് എന്ന സന്ദേശം ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തു. അപ്പോഴേക്കും സൂര്യൻ അസ്തമിച്ചു തുടങ്ങിയിരുന്നു. അവിടെ കൂടി നിന്ന എല്ലാവരും മീരയെ അഭിനന്ദിച്ചു. പലരുടെയും കണ്ണുകൾ ഈറനണിഞ്ഞു. രാഘവൻ കണ്ണന്റെ തോളിൽ തട്ടി പറഞ്ഞു, മോനെ, നീ ഇനി ഒരിക്കലും മോഷ്ടിക്കരുത്. കണ്ണന്റെ മുഖത്ത് നേരിയ ഒരു ചിരി വിരിഞ്ഞു.